റീഡിംഗ് സ്കോർ 8 എബവ് കിട്ടണോ? ഒരുപാട് വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. നമ്മൾക്ക് വരികൾക്കിടയിലൂടെ വായിക്കാൻ പറ്റുന്നോ? എത്രത്തോളം സ്പീഡിൽ ഒരു കോണ്ടന്റ് നമുക്ക് മനസ്സിലാകും? ഒരു കോംപ്രഹെൻഷൻ പാസേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന അതേപോലെ അത്രയും ഫാസ്റ്റായിട്ട് ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ 40 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് പാസേജ് വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇത് മാത്രമാണ് അതിനകത്ത് നോക്കുന്നത്. ഇതിന് വേണ്ടത് റെപ്പറ്റീഷൻ, ആവർത്തിച്ചുള്ള വായന. വലിയ വായന ഉള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് IELTS സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ഫോറിൻ ആക്സെൻറ്റിൽ സംസാരിക്കുന്നതിനെ കുറിച്ചല്ല അവിടെ എക്സാമിനർ നോക്കുന്നത്. നിങ്ങൾക്ക് നാച്ചുറലി, നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനറുടെ മുമ്പിലിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ? ഒരു ടോപ്പിക്ക് തന്നാൽ വളരെ സ്വാഭാവികമായ രീതിയിൽ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ? അതിനകത്ത് ഒരുപാട് ഗ്രാമറും ഒരുപാട് ആക്സെൻറ്റും അല്ല നോക്കുന്നത്. ക്ലാരിറ്റി, പ്രൊനൗൺസിയേഷൻ മാറ്റേഴ്സ്. അതാണ് സ്പീക്കിംഗ്. ലിസണിങ് എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഓസ്ട്രേലിയക്കാർ അവരുടെ കോൺവെർസേഷൻ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലിസൺ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ട് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ? ഇത്രയോളം ലിസണിങ്. ഇതിനെന്താ വേണ്ടത്? ഒത്തിരി ലിസൺ ചെയ്യാം. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മലയാളി സ്റ്റുഡൻസ് നാച്ചുറലി റൈറ്റിംഗ് നമുക്ക് ഭയങ്കരമായ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിനകത്തും ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വഴി പോയി കഴിഞ്ഞാൽ റൈറ്റിംഗ് ഈസിയായി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കേംബ്രിഡ്ജ് ഇൻ്റർനാഷണൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഈ IELTS പരീക്ഷ അത് ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ 7.5 എബവ് അല്ലെങ്കിൽ 7 എബവ് കിട്ടണം എന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രാക്ടീസസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിച്ച ഇംഗ്ലീഷും നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഇംഗ്ലീഷും IELTS എക്സാമിനേഷന് എക്സാമിനറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു ഇംഗ്ലീഷും തമ്മിലുള്ള ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ IELTS ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങൾ ഇരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം.